ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ പ്രധാനം UDFന്റെ 2 വോട്ടുകൾ അസാധുവായി എന്നതാണ്. നന്ദൻകോട് വാർഡിൽ നിന്ന് വിജയിച്ച KR ക്ലീറ്റസിന്റെ വോട്ടും വെങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച ലതികയുടെയും വോട്ടാണ് അസാധുവായത്. അത് ഇതുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പത്രികയിൽ ഒപ്പിട്ടതിൽ വന്ന പിഴവാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ സാധുവായ വോട്ടുകൾ 97 മാത്രമാണ് എന്നതാണ്. 100 അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ ഒരംഗം കോൺഗ്രസ് വിമതനായ സുധീഷ് കുമാർ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. ശേഷിച്ചവർ 99 പേരാണ്. അതിൽ 2 വോട്ടുകൾ UDFന്റെ 2 വോട്ടുകൾ അസാധുവായിരിക്കുന്നു. VV രാജേഷിന് ലഭിച്ചത് 51 വോട്ട്, ശബരിനാഥിന് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 17 വോട്ട്, LDF സ്ഥാനാർത്ഥി RP ശിവജി ആയിരുന്നു 29 വോട്ടാണ് പുന്നക്കാമുകളിൽ വാർഡിൽ നിന്ന് വിജയിച്ച RP ശിവജിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിന് മുന്നിൽ നമുക്ക് കാണാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി അവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അവർ അവിടെ BJP പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ്. വലിയ BJPയെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെ നിമിഷം. BJP പ്രവർത്തകർക്ക് ഈ സമയം അത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. VV രാജേഷ് BJPയുടെ ആദ്യ മേയറായി, തിരുവനന്തപുരത്തെ ആദ്യ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷുണ്ട്, MR ഗോപനുണ്ട്, കരമന അജിത്തുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാമുണ്ട്. കരമന ജയൻ അവിടെയുണ്ട്. BJPയെ സംബന്ധിച്ച് ചരിത്ര നിമിഷം എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുകയാണ്. തമ്പാനൂർ സതീഷ്, കോൺഗ്രസിൽ നിന്ന് പിന്നീട് BJPയിലെത്തിയ തമ്പാനൂർ സതീഷിനെയും ദൃശ്യങ്ങളിൽ കാണാം. തമ്പാനൂർ വാർഡിൽ അദ്ദേഹം ഇത്തവണ മത്സരിച്ചിരുന്നതാണ്. MS കുമാർ BJPയുടെ ആദ്യകാല നേതാവ് എന്നത് മാത്രമല്ല, ദൃശ്യങ്ങളിലുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 അംഗങ്ങൾ മാത്രം BJPക്ക് ഉണ്ടായിരുന്നപ്പോഴും അവിടെ കൗൺസിലറായിരുന്ന MS കുമാർ. അങ്ങനെ നിരവധി നേതാക്കൾ അവിടെ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.